ഭീഷ്മരുടെ സർവനാശമെന്ന ലക്ഷ്യം വെച്ചവൾ സാക്ഷാൽ മഹാദേവനെ തപസ് ചെയ്യുന്നു. അങ്ങനെ ആ കാശിപുത്രി അംബ തൻ്റെ ഭാഗ്യമില്ലാത്തതായിട്ടുള്ള ആ ജീവിതം സ്വയമേവ അവസാനിപ്പിച്ച് അടുത്ത ജന്മത്തിനായി കാത്തു. അങ്ങനെ കാലചക്രം മുൻപോട്ട് സഞ്ചരിച്ചു. അങ്ങനെയിരിക്കവേ കുട്ടികളില്ലാത്തതിനാൽ പാഞ്ചാലരാജനാകുന്ന ദ്രുപദനും പത്നി പൃഷതിയും ഏറെക്കാലമായി ദുഃഖിക്കുന്ന കാലമായിരുന്നു. അങ്ങനെയിരിക്കെ പുത്രഭാഗ്യത്തിനായി ദ്രുപദ രാജാവ് ശിവനെ പ്രീതിപ്പെടുത്തി. കാലങ്ങളോളം നീണ്ട ദ്രുപദന്റെ തപസ്സിൽ സംതൃപ്തനായ മഹാദേവൻ ദ്രുപദ സമക്ഷം പ്രത്യക്ഷനാകുകയും തുടർന്ന് രാജാവിനോട് ഇപ്രകാരം പറയുകയും ചെയ്തു: ദ്രുപദ, അങ്ങയ്ക്ക് സന്താനഭാഗ്യം നിശ്ചയമായും ഉണ്ടാകും. ആ കുട്ടിയുടെ ജനനം വലിയൊരു ചരിത്രത്തിന് കാരണമാകും. പെൺകുട്ടിയായി പിറക്കുന്ന അവൾ കാലക്രമേണ പുരുഷനായി മാറുമെന്നും ഭഗവാൻ അദ്ദേഹത്തോട് അരുൾ ചെയ്തുകൊണ്ട് അവിടെ നിന്നും അന്തർധാനം ചെയ്തു. അങ്ങനെ കാലക്രമേണ ദ്രുപദപുത്രിയായി ഒരു പൊന്നോമന പിറന്നു. ആ രാജാവ് അവൾക്ക് ശിഖണ്ഡി എന്ന് നാമകരണം ചെയ്തു. ഈ പാഞ്ചാലദേശവും കുരുവംശവും തമ്മിൽ കൊടിയ ശത്രുതയിൽ നിൽക്കുന്ന കാലമാകുന്നു അത്. അങ്ങനെ നിലനിൽക്കുന്ന 2 രാജ്യങ്ങളായിരുന്നു ആ 2 രാജ്യങ്ങളും. അതാണ് മറ്റൊരു വസ്തുത. അങ്ങനെയുള്ളപ്പോൾ അംബ എന്ന ശിഖണ്ഡി ഭൂമിയിൽ പിറക്കുവാൻ അല്ലെങ്കിൽ വളരുവാൻ ഏറ്റവും അനുയോജ്യമായ മറ്റൊരിടം വേറെ എവിടാണ് ഉള്ളത്? അങ്ങനെ ദ്രുപദൻ അവളെ വളർത്തി. എന്നാൽ അയാൾ അവളെ വളർത്തിയതൊരു ആൺകുട്ടി ആയിട്ടായിരുന്നു. ആൺകുട്ടിയുടെ വസ്ത്രവിധാനങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് അവളെ അദ്ദേഹം വളർത്തിയത്. സകല ആയോധന വിദ്യകളും അവളെ അയാൾ പഠിപ്പിച്ചു. പോരാത്തതിന് ദ്രുപദൻ തനിക്ക് പിറന്നതൊരു ആൺകുട്ടിയാകുന്നുവെന്ന് പ്രജകളോടേവരോടും പറഞ്ഞു. ആർക്കും തന്നെ അറിയില്ലായിരുന്നു ശിഖണ്ഡി ഒരു പെൺകുട്ടി ആയിരുന്നുവെന്ന്. മഹാരാജാവ് പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് എല്ലാ സഭാവാസികളും പ്രജകളും വസിച്ചു. മാതാപിതാക്കൾക്കല്ലാതെ ആർക്കും തന്നെ ശിഖണ്ഡി ഒരു പെൺകുട്ടിയാണെന്നുള്ള വിവരം അറിയുക പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രായപൂർത്തിയായ പുത്രനെ സാമൂഹിക മര്യാദ അനുസരിച്ചുകൊണ്ട് വിവാഹം കഴിപ്പിക്കേണ്ടത് ആകുന്നു എന്നുള്ള ചിന്തയിൽ മഹാരാജാവ് ദ്രുപദൻ വലഞ്ഞു. എന്തും വരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ദ്രുപദൻ ദശാർണ രാജാവാകുന്ന ഹിരണ്യവർമ്മന്റെ മകളെ കൊണ്ട് തൻ്റെ പുത്രനാകുന്ന അഥവാ പുത്രിയാകുന്ന ശിഖണ്ഡിയെ വിവാഹം കഴിപ്പിക്കുവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ദശാർണപുത്രിയും ശിഖണ്ഡിയുമായുള്ള വിവാഹം നടക്കുകയും എന്നാൽ തൻ്റെ ഭർത്താവ് ഒരു പുരുഷനല്ല, സ്ത്രീയാണെന്നുള്ള നഗ്ന സത്യം ശിഖണ്ഡിയുടെ ഭാര്യ മനസ്സിലാക്കുന്നു. അവൾ ആ ഞെട്ടിപ്പിക്കുന്ന വിവരം അവളുടെ തോഴിമാരോട് പറയുകയും തോഴിമാർ മുഖേന ഹിരണ്യവർമ്മൻ ഈ വിവരം അറിയുകയും ചെയ്യുന്നു. ഇത് കേട്ട് കോപാകുലനായ അദ്ദേഹം ദ്രുപദന്റെ അടുത്തേക്ക് സത്യം നിർണയിക്കുവാനായി ഒരു ദൂതനെ അയച്ചു. സത്യം തിരിച്ചറിഞ്ഞ ഹിരണ്യവർമ്മൻ തൻ്റെ മകളെ ചതിച്ചുവെന്ന കാരണത്താൽ ദ്രുപദനുമായി യുദ്ധത്തിലുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. എന്നാൽ ശിഖണ്ഡി ഒരു പുരുഷനാണെന്ന് ദ്രുപദൻ ശഠിച്ചു. അങ്ങനെ കണ്ടും കേട്ടും മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി അതിൽ മനംനൊന്ത് ശിഖണ്ഡി നഗരം വിട്ടു മരണം വരെ ഉപവസിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ നടന്നകന്ന ശിഖണ്ഡി ഒടുക്കം സ്തുനകർണൻ എന്ന യക്ഷൻ വസിക്കുന്ന മനുഷ്യർ പ്രവേശിക്കാത്ത ഭയപ്പെടുത്തുന്ന ഒരു വനത്തിൽ എത്തപ്പെട്ടു. അവൾ യക്ഷന്റെ പരിസരത്ത് പ്രവേശിച്ചു തപസ്സനുഷ്ഠിക്കുവാൻ തുടങ്ങി. ഒരിക്കൽ ആ യക്ഷൻ ആ വഴി വരികയും തപസ്സിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുരുഷനെ കണ്ട സ്തുനകർണൻ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ശിഖണ്ഡി തൻ്റെ കഥ അവനോട് പറയുന്നു. അനുകമ്പ തോന്നിയ യക്ഷൻ ഒരു നിശ്ചിത സമയത്തേക്ക്, അതായത് ശിഖണ്ഡിയുടെ ഭാര്യാപിതാവ് ജീവിക്കുന്ന കാലത്തോളം തൻ്റെ പുരുഷലിംഗം ശിഖണ്ഡിക്ക് നൽകാമെന്നും പകരം ശിഖണ്ഡിയുടെ സ്ത്രീലിംഗം താൻ സ്വീകരിച്ചു കൊള്ളാമെന്നും പറഞ്ഞുകൊണ്ട് അതേ പ്രകാരം ചെയ്യുന്നു. അങ്ങനെ ശിഖണ്ഡി പുരുഷനായി മാറി അവൻ പാഞ്ചാലത്തിലേക്ക് തിരികെ പോന്നു. ഈ സംഭവങ്ങളെല്ലാം പിതാവിനോട് പറയുകയും ചെയ്തു. ആശ്വാസം ലഭിച്ച ദ്രുപദൻ തൻ്റെ മകന്റെ പുരുഷത്വം പരിശോധിക്കുവാൻ ദൂതന്മാരെ അയക്കുവാൻ ഹിരണ്യവർമ്മനെ ക്ഷണിച്ചു. ഹിരണ്യവർമ്മൻ നിരവധി സ്ത്രീകളെ ദ്രുപദന്റെ അടുത്തേക്ക് അയച്ചു. അവർ ശിഖണ്ഡിയുടെ പുരുഷത്വം മനസ്സിലാക്കി. അങ്ങനെ 2 രാജാക്കന്മാരും തങ്ങളുടെ വിദ്വേഷം മറന്നുകൊണ്ട് സസന്തോഷം വാണു. ശിഖണ്ഡിക്കും അദ്ദേഹത്തിൻ്റെ പത്നിക്കും ക്ഷത്രദേവൻ എന്നൊരു പുത്രൻ കൂടി പിറവികൊണ്ടു. അങ്ങനെ ഇരിക്കവേ കാലങ്ങൾ കഴിഞ്ഞു.
കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുവാൻ കാലമായി. തൻ്റെ സഹോദരിയായ പാഞ്ചാലിയുടെ പേരിൽ അരങ്ങേറുന്ന ആ മഹായുദ്ധത്തിൽ ഭീമൻ ശിഖണ്ഡിയെ പാണ്ഡവ സൈന്യത്തിൻ്റെ സർവ്വസൈന്യാധിപനായി തിരഞ്ഞെടുക്കപ്പെടുന്നു. കാരണം ഭീഷ്മരെ കൊല്ലുവാൻ ജനിച്ചവനാകുന്നു ഇവൻ. എന്നാൽ അർജുനനും കൃഷ്ണനും ശിഖണ്ഡിക്ക് പകരമായി ദൃഷ്ടദ്യുമ്നനെ, അതായത് ശിഖണ്ഡിയുടെ സഹോദരനെ, സൈന്യാധിപനായി നിർദ്ദേശിക്കുന്നു. പാണ്ഡവ സൈന്യത്തിലെ 7 അക്ഷോണിപ്പടയിലെ ഒന്നിൻ്റെ സേനാധിപതിയായി, അതായത് ഉപസൈന്യാധിപനായി ശിഖണ്ഡിയെ പകരമായി നിയമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മഹാഭാരതം എന്ന യുദ്ധത്തിൽ ശിഖണ്ഡി പ്രകടമാക്കിയ ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് യുദ്ധത്തിൻ്റെ 1-ാം ദിനം മുതൽ ആരംഭിക്കുന്നു. അന്നേ ദിനം ശിഖണ്ഡി അശ്വത്ഥാമാവിനെ നേരിടുന്നു. പരസ്പരം പലതവണ മാരകമായി മുറിവേൽപ്പിച്ചു. സമനിലയിൽ 1-ാം ദിവസത്തെ യുദ്ധം അവസാനിക്കുന്നു. അങ്ങനെ യുദ്ധത്തിൻ്റെ 6 ദിനങ്ങൾ ശിഖണ്ഡി മുന്നേറി നിന്നു. 7-ാം ദിനം അവൻ വീണ്ടും അശ്വത്ഥാമാവിനെ നേരിടുകയും അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തു. കോപാകുലനായ അശ്വത്ഥാമാവ് ശിഖണ്ഡിയുടെ രഥം നശിപ്പിക്കുകയും അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കുകൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഭാഗ്യവശാൽ സത്യകി അദ്ദേഹത്തെ രക്ഷിക്കാൻ എത്തുന്നു. യുദ്ധത്തിൻ്റെ 9-ാം ദിവസം നിർണായകമായ ഒരു പരാജയത്തിന് ശേഷം പാണ്ഡവരും കൃഷ്ണനും ഭീഷ്മരെ സന്ദർശിക്കുന്നു. ഈ മഹായുദ്ധത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നും തുടർന്ന് അതിനായി തന്നെ ഭീഷ്മ പരാജയം അനിവാര്യമാകുന്നു എന്നുള്ള സത്യവും കൗരവരുടെ സൈന്യാധിപനാകുന്ന ഭീഷ്മരോട് യുധിഷ്ഠിരൻ ആവശ്യപ്പെടുന്നു. യുദ്ധത്തിൻ്റെ സദുദ്ദേശം മനസ്സിലാക്കിയ ഭീഷ്മർ ആയുധങ്ങൾ ധരിക്കുമ്പോൾ തന്നെ പരാജയപ്പെടുത്തുക എന്നത് അസാധ്യമാണെന്നും അവരെ അറിയിക്കുന്നു. എന്നിരുന്നാലും ശിഖണ്ഡി യാഥാർത്ഥ്യത്തിൽ ഒരു സ്ത്രീയായിരുന്നതിനാൽ ശിഖണ്ഡിയുമായി യുദ്ധം ചെയ്യുവാൻ അദ്ദേഹത്തിന് സമ്മതമല്ല എന്ന് അദ്ദേഹം അറിയിക്കുന്നു. എന്നിരുന്നാലും ഈ ധർമ്മയുദ്ധത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ അദ്ദേഹം തൻ്റെ പരാജയം അർജുനൻ മുഖാന്തരമാകണമെന്നും, അതായത് ശിഖണ്ഡിയെ മുൻനിർത്തി താൻ ആയുധം താഴെ വയ്ക്കുമ്പോൾ അർജുനൻ തന്നെ പരാജയപ്പെടുത്തണമെന്ന് ഭീഷ്മർ പറഞ്ഞു നൽകുന്നു. തുടർന്ന് അടുത്ത ദിവസം, അതായത് യുദ്ധത്തിൻ്റെ 10-ാം നാൾ, പാണ്ഡവ സൈന്യത്തിൻ്റെ മുൻനിരയിൽ അർജുനനോടൊപ്പം ശിഖണ്ഡി ഉണ്ടായിരുന്നു. ആ സേന തങ്ങളുടെ സേനാനായകന്റെ പക്കലേക്ക് അടുക്കുന്നത് കണ്ട കൗരവർ നിരവധി യോദ്ധാക്കൾ ഭീഷ്മരുടെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ രക്ഷയ്ക്കായി തടയുവാനായി പോയി. അവിടെ പോയി അർജുനനെയും ശിഖണ്ഡിയെയും തടഞ്ഞുകൊണ്ട് നിലനിൽക്കുവാൻ ഒരുങ്ങി. എന്നിരുന്നാലും പാണ്ഡവ സൈന്യത്തിലെ യോദ്ധാക്കളുടെ ആക്രമണത്തോടെ അത് പരാജയപ്പെട്ടു. തുടർന്ന് അർജുനനും ശിഖണ്ഡിയും കടന്നു വന്ന് ഭീഷ്മരുടെ അടുത്തെത്തി. ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ 100 കണക്കിന് അമ്പുകൾ പ്രയോഗിച്ചുകൊണ്ട് ഭീഷ്മനെ ആക്രമിക്കുന്നു. ശിഖണ്ഡി മുൻപിലുള്ളതിനാൽ തന്നെ, ഒരു സ്ത്രീ എന്ന പരിഗണന നൽകുന്നതിനാൽ തന്നെ ഒരു സ്ത്രീയെ താൻ ഒരിക്കലും ഉപദ്രവിക്കില്ല എന്ന പ്രതിജ്ഞയെടുത്ത ഭീഷ്മർ അർജുനന്റെ അമ്പുകൾ സ്വീകരിക്കുന്നു. അങ്ങനെ ശിഖണ്ഡിയെ മുൻനിർത്തിയ ആ യുദ്ധത്തിൽ ഭീഷ്മർ രഥത്തിൽ നിന്ന് വീഴുകയും യുദ്ധത്തിലെ അദ്ദേഹത്തിന്റെ പങ്ക് അവസാനിക്കുകയും ചെയ്തു. പാണ്ഡവരുടെ വിജയത്തിന് ശേഷം ശുഭകരമായ ഉത്തരായനത്തിൽ ഭീഷ്മർ ജീവൻ വെടിയുകയും ഉണ്ടായി. ഭീഷ്മപതനത്തോടെ ശിഖണ്ഡിയുടെ ഉദ്യമം അവസാനിക്കുന്നില്ല. അത് കഴിഞ്ഞും അയാൾ ആ രണഭൂമിയിൽ തൻ്റെ മകനാകുന്ന ക്ഷത്രദേവനോടുകൂടി ഉണ്ടായിരുന്നു. യുദ്ധത്തിൻ്റെ 12-ാം ദിവസം ശിഖണ്ഡിയുടെ ഏകപുത്രനായ ക്ഷത്രദേവൻ ദുര്യോധനന്റെ മകനാകുന്ന ലക്ഷ്മണകുമാരനാൽ കൊല്ലപ്പെടുന്നു. 14-ാം ദിവസം രാത്രി യുദ്ധത്തിൽ ശിഖണ്ഡി കൃപാചാര്യരാൽ പരാജയപ്പെടുകയും 16-ാം ദിവസം അദ്ദേഹത്തിന് മാരകമായി മുറിവേൽക്കുകയും ചെയ്യുന്നു. 18-ാമത്തെ ദിവസം, അതായത് യുദ്ധത്തിൻ്റെ അവസാന ദിവസം, കൗരവ തലവനാകുന്ന ശല്യന്റെ മരണശേഷം ശിഖണ്ഡി പിന്മാറുന്ന കൗരവ സൈന്യത്തെ വൻതോതിൽ നശിപ്പിക്കുന്നു. അങ്ങനെ യുദ്ധത്തിൻ്റെ 18-ാം നാൾ അവസാനം രാത്രിയിൽ പാണ്ഡവർ വിജയം കൈവരിക്കുകയും അതിൽ കുപിതനായ അശ്വത്ഥാമാവ് പാണ്ഡവ പാളയത്തിൽ കയറി ദൃഷ്ടദ്യുമ്നനെയും ഉപപാണ്ഡവന്മാരെയും ശിഖണ്ഡിയെയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ പ്രതികാരം ചെയ്യുവാനുള്ള ശിഖണ്ഡി എന്ന ജന്മം ശിഖണ്ഡി നിറഞ്ഞാടി അവസാനിപ്പിച്ചു.